ഓക്കെ. എന്റെ വോയിസ് ഓഡിബിൾ അല്ല, അല്ലെങ്കിൽ എന്റെ സ്ക്രീൻ കാണുന്നില്ല. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. സ്ക്രീൻ കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം ഞാൻ അടുത്തൊരു സ്ക്രീനിലാണ്. ഓക്കെ. അതായത് ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഡെയിലി ബേസ് നമ്മൾ കോഡ് എന്താ ചെയ്യുന്നത് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ഞാൻ അടുത്തൊരു ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പൈജാമാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ വോയിസ് ക്ലിയർ അല്ല, നിങ്ങൾക്കല്ല വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം എനിക്ക് പോപ്പപ്പ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ നമുക്ക് പ്രൈവറ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതായത് പ്രൈവറ്റ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ചിലവർക്ക് സിസ്റ്റത്തിൽ ഒരു ഇമെയിൽ വെച്ചിട്ട് യൂട്യൂബ് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഫോണിൽ ഒരു യൂട്യൂബിൽ വേറൊരു ഇമെയിൽ ആയിരിക്കും ലോഗിൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ മെയിലാണ് വേണ്ടതെന്നുള്ളത് ആ മെയിൽ സെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മളത് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ഇൻ കേസ് നിങ്ങൾ തരുന്ന ഒരു മെയിലിൽ നിങ്ങൾ യൂട്യൂബ് ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് എന്ന് തന്നെ കാണിക്കുള്ളൂ. നിങ്ങൾ ആ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ ഒരു 7:56 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഒരു 8 മണിക്ക്, കറക്റ്റ് 8 മണിക്ക് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇൻ കേസ് ആർക്കെങ്കിലും ഇപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കേസ് ആണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതൊരു ചാറ്റിൽ അങ്ങനെ കിടക്കും. പക്ഷെ ഗ്രൂപ്പിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് നമുക്കൊരു നല്ലൊരു ടീമാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് എന്താണോ നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ടൈപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ ദിവസത്തെ കോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പം ഓരോ ദിവസവും നമുക്കിങ്ങനെ ഓരോ ദിവസം ഓരോരോ ടോപ്പിക്കിന്റെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പൊ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, നമുക്ക് റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ്. ഓക്കെ. അത് എപ്പോഴും നമുക്കൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടേ നമ്മളത് വെക്കാവൂ. ഓക്കെ. അപ്പം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാൻ നോക്കുക. കാരണം സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫോണിൽ ലോഗിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ, ശരി, നമുക്കാണെങ്കിൽ ആ ഫോണിന്റെ വിസിബിലിറ്റി അത്രയേ ഉള്ളൂ. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈച്ചാമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അതൊരു കേസ്. മാക്സിമം സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ പുറത്താണ് എന്നുള്ളതെങ്കിലും നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പുറത്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തിരക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ക്ലാസ് നമുക്ക് കയറിയേ പറ്റൂ എന്നല്ല. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഓപ്ഷനാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നമ്മളിപ്പം ഓരോ ടോപ്പിക് എടുക്കുകയാണ്. അതായത് ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, ഊപ്സ്, നമ്പൈ, പാണ്ട, അറേ, അങ്ങനെ കുറേ ടോപ്പിക്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കിനകത്തും എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യും. ഓക്കെ. അപ്പം നമ്മളാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ടോപ്പിക് എടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പം മെയിനായിട്ട് ഒരു കാര്യം തിങ്ക് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് അല്ല, അതായത് നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പം ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രൊജക്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ്, പ്രൊജക്റ്റിൽ വരുമ്പോൾ എന്തൊക്കെയാണോ നമുക്ക് റിക്വയർമെന്റ്സ് അത് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്.
അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. ഒന്നൂടെ റെഫർ ചെയ്യാം എന്നുള്ള കേസിൽ മാത്രമേ വീഡിയോ ഡിപ്പെൻഡ് ചെയ്യാവൂ. ഓക്കെ. അപ്പം എപ്പോഴും നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എന്താണ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ കേട്ട് അപ്പൊ നമ്മുടെ മൈൻഡിൽ അത് തന്നെയായിരിക്കും. അതിന് പകരം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഒരു കാര്യം എഴുതിയിട്ട് അതിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓക്കെ എന്നുള്ള കാര്യം നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക് അത് ഇന്നത്തെ ഒരു ദിവസം ചെയ്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജോലി അവിടെ കഴിയുമല്ല. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യണം. ഓക്കെ. അപ്പം ക്ലാസിന്റെ ഇടയ്ക്ക് ചോദിക്കും നമ്മൾ ആദ്യം പഠിപ്പിച്ചതിനെ കുറിച്ച്. അപ്പം എന്താണ് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഇപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ട് തിരിച്ചു നോക്കാനോ നമുക്ക് ആ ഒരു അങ്ങനെ ഒരു എന്താണ് ഒരു അവസ്ഥ നമുക്ക് വരരുത്. അപ്പം നമുക്ക് എപ്പോൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് അറിയണം. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് പോവാം. ഓക്കെ. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് എന്നാൽ ഒരു ക്ലയന്റ് നമുക്ക് തന്നാൽ അല്ലെങ്കിൽ ക്ലയന്റ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലയന്റ് ഉണ്ട്. ഒന്നാമത്തെ ക്ലയന്റ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഫുൾ ഉണ്ട്. ഓക്കെ. എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം അവരുടെ എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ള ഫുൾ ഡോക്യുമെന്റ്സ് നമുക്ക് തരും. നമ്മൾ അത് എന്ത് ചെയ്യുക, ഫുള്ള് നമുക്ക് വായിച്ചിട്ട് നമ്മൾ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്നത്. ചില ക്ലയൻസ് ഇപ്പം ഞാൻ നിങ്ങളോട് ഒന്ന് പറയുകയാണ് എനിക്കൊരു ചാറ്റ് ബോട്ട് വേണം. അപ്പം ചാറ്റ് ബോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ ചാറ്റ് ബോട്ട് എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ആ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ വേറെ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഫുള്ളും നമ്മളൊരു ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ കാണിക്കണം. അപ്പം ഞാൻ അത് നോക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. നമുക്ക് ചാറ്റ് ബോട്ടിൽ നമുക്ക് എന്താണ് ലൈവായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം, നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും, മാപ്പ് വെച്ചിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ഓക്കെ എന്താണ് ഇപ്പം സ്നാപ്പ് പോലെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വോയിസോ നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ള ചാറ്റ് ബോട്ടാണ്. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എനിക്ക് ഡേറ്റ കിട്ടണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താണ്. ഓക്കെ. അതായത് ഞാനിപ്പോൾ ഒറ്റയ്ക്കൊരു എന്താണ് ഒരു ബീച്ചിലോ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ ഞാൻ പോയിരിക്കുവാണ്. അപ്പം നമുക്ക് ആ ഒരു ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തവർ കുറേ പേരുണ്ടാവും, അതായത് ഒറ്റയ്ക്ക് പോയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചാറ്റ് ബോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അതിനോട് ചോദിച്ച് നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പിന്നെയും നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ ചില ക്ലയൻസിന്റെ അകത്ത് എന്താണ് ഫുൾ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ചില ക്ലയൻസ് ടോപ്പിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ക്ലയന്റിനെ കാണിച്ചിട്ട് ക്ലയന്റ് ഓക്കെ പറയണം. അതായത് ക്ലയന്റ് അത് കാണിക്കുമ്പോൾ അവർ പറയും ഓക്കെ ഇത് ഇങ്ങനെയല്ല അത് അങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ നമ്മളത് എഡിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോ എപ്പോഴും എന്താണ് ഒരു സെക്കൻഡറി ആയിട്ട് വെക്കുക. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ ടോപ്പിക്കും നമ്മൾ നോക്കിയിട്ട് നമുക്ക് അതിൽ എന്തൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കുക. പിന്നെ എറേഴ്സ് വരും, കുറെ എറർ വരും. എറർ വന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എറർ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഓക്കെ. അതായത് വീഡിയോ നോക്കി നമ്മൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ക്ലാസിന്റെ ടൈമിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ലേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മനസ്സിലായ പാട്ട് നമുക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ എന്തൊക്കെ അതിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പൊ വീഡിയോ നോക്കിയിട്ട് ഒരിക്കലും ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യരുത്. കാരണം ഞാൻ ചെയ്യുന്നത് കോഡ് അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കരുത് ഒരിക്കലും. നമ്മുടെ എന്താണ് ഇപ്പൊ വേരിയബിൾസ് നെയിം ആണെങ്കിൽ ഇപ്പൊ ഒരു നെയിം കൊടുക്കുവാണ്, ഇപ്പൊ ഞാൻ കൊടുക്കുന്ന എ എന്നായിരിക്കും, ബി എന്നായിരിക്കും, സി എന്നായിരിക്കും. കാരണം നമുക്ക് എന്താണ് ഞാനിപ്പം കുറേ നെയിം എഴുതുന്നില്ല. അപ്പൊ നിങ്ങളത് ചെയ്യുമ്പം എന്ത് ചെയ്യണം, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് പ്രൊജക്റ്റിൽ നമുക്കൊരു വേർഡ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം യൂസ് ചെയ്യണം. വേരിയബിൾ നെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരു ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു വേരിയബിൾ നെയിമിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് പ്രിന്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് വേരിയബിൾ നെയിമിനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഡേറ്റ നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു വേരിയബിൾ നെയിം നമ്മളെപ്പോഴും എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പം ഗെറ്റ് ഡേറ്റ, പുട്ട് ഡേറ്റ, അതേപോലെ തന്നെ ഡിസ്പ്ലേ ഡേറ്റ, ട്രാൻസ്ഫർ. അപ്പം നമുക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് നമുക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താണ് ആ ഒരു പ്രൊജക്റ്റിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ കോഡും നമ്മൾ എഴുതുന്ന കോഡ് എപ്പോഴും എന്താണ് നീറ്റായിട്ട് കോഡ് എഴുതണം. അതായത് ഇത് നമ്മുടെ ഒരു ഐഡിയ ആണ്. അതായത് പൈച്ചാം എന്ന് പറയുന്ന ഒരു പൈത്തന്റെ ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ ആദ്യം ചെയ്യാം. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രൊജക്ടിന് വേണ്ടി വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ മെയിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്ന പൈത്തൺ ഫയലിനകത്ത് ഞാനൊരു കോഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കോഡ് എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ലൈൻസ് വിട്ടിട്ടാണ് ഞാൻ അടുത്തൊരു കോഡ് എഴുതുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ കോഡ് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹാഷ് ടാഗ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ ടോപ്പിക് എഴുതി വെക്കുക, ലിസ്റ്റ് പാർട്ട്, എന്നിട്ട് ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹാഷ് ടാഗ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിൻ്റെ നോട്ട്സ് എഴുതാൻ പറ്റും. ഇൻ കേസ് ഞാൻ ഹാഷ് ടാഗ് ഇടാതെ ഞാൻ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് നോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു എററാണ് വരുന്നത് കണ്ടോ. ഇതിന് നമ്മൾ ഹാഷ് ടാഗ് ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത്, ഇത് നമുക്ക് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റില്ല, കാരണം ഞാൻ അടുത്ത ഒരു പേജിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് പഠിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങളും നമുക്ക് എന്താണ്, എന്തിനാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം നമുക്ക് കുറച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കണം, നമുക്കിത് എന്തിനൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഫ്ലിപ്കാർട്ട്. അപ്പൊ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ എന്തൊക്കെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആമസോണിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പ്രൊഡക്ട്സ് പ്രൊഡക്ട്സ് വ്യൂ ചെയ്യാം. പിന്നെന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ടു കാർട്ടിലിടാൻ പറ്റും അല്ലേ. അപ്പൊ ഒരു യൂസറിന് അത്രയും മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ വേറെ രജിസ്ട്രേഷൻ, ലോഗിൻ, രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കേട്ടില്ല, പേയ്മെന്റ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു യൂസറിനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്ക് എൻഡിലുള്ള കോഡ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, നമുക്ക് ബാക്ക് എൻഡ് കോഡ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, കാരണം ഞാൻ ഒരു യൂസറാണ്. ഇതിൻ്റെ അകത്തുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആരാണ് എഡിറ്റ് ചെയ്യുന്നത്? ബാക്ക് എൻഡിലുള്ളത് ഓക്കെ, അഡ്മിൻ ആണ്. അതായത് ബാക്ക് എൻഡ് ചെയ്ത ഡെവലപ്പറിന് ഒരു അഡ്മിൻ സൈഡും കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും കോഡിന്റെ അവിടെ അല്ല എഡിറ്റ് ചെയ്യുന്നത്. നമുക്കൊരു അഡ്മിന്റെ ഒരു പോർട്ടൽ ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്മിന്റെ ഒരു പാനൽ ഉണ്ടാവും. ഈ അഡ്മിൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ ബാക്ക് എൻഡ് ഫുള്ളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെന്താണ് യൂസ്, എപ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്, പ്രൊജക്റ്റിൽ വരുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയി സർ. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇതിൽ പൈത്തണും പൈച്ചാമും എത്ര പേര് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്?
പൈത്തണും പൈച്ചാമും? ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് സാർ. ഓക്കെ, പ്രജിത ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വന്ദന, ചെയ്തിട്ടുണ്ട് സാർ. വർഷ, അഭിരാമി, Yes, ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, ചെയ്തിട്ടുണ്ട്. മിന്നി, ഓക്കെ, ഗോപിക, ഇല്ല സാർ, ഞാൻ ചെയ്തതാണ് അത്ര. ഓക്കെ. അപ്പം ചെയ്തവര് ഏതാണ് വെർഷൻ ഉള്ളത്? നിങ്ങളുടെ പൈത്തന്റെ വെർഷൻ ഏതാണ്? ത്രീ 3.11 10 ആ ഒരു വെർഷൻ ആണോ? ഓക്കെ 3.39 സാർ. ഓക്കെ, 12. ഓക്കെ. വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം python.org എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ഗൂഗിളിൽ പോവുക. നമുക്കിതല്ലാതെ നമുക്ക് അനോക്കോണ്ട എടുത്തു കഴിഞ്ഞാൽ അതിൽ ജൂപ്പിറ്റർ നോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് MB കൂടുതലാണ്. അപ്പം നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് പൈച്ചാം എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ python.org എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. python.org ഇങ്ങനൊരു UI വരും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്താണ്? 3.13.1 ആണ്. ആക്ച്വലി ഈ 3.13.1 എന്ന് പറയുന്നത് എന്താണ്? ബഗ് ഫിക്സ് ആണ്. ഓക്കെ, 3.12 എന്ന് പറയുന്നത് ബഗ് ഫിക്സ് ആണ്. അപ്പൊ ഈ 3.13 ഡൗൺലോഡ് ചെയ്തവര് നമുക്ക് ബേസിക് ആയിട്ടുള്ള കോഡ്സ് ഒക്കെ എഴുതാം, അതിൽ ഇഷ്യൂ ഇല്ല. ഈ പൈത്തന്റെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ടിക്കൻഡർ എന്ന് പറയുന്നുണ്ട്, അതായത് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഈ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ, നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്യാം, ഡെസ്ക്ടോപ്പിന്റെ ആപ്ലിക്കേഷൻ ഫുള്ളും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു GUI ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ടിക്കൻഡർ. അപ്പൊ ഈ 3.13 ടിക്കൻഡറിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അതേപോലെ തന്നെ ജാങ്കോ ചെയ്യുമ്പോഴും ഇഷ്യൂസ് വരുന്നുണ്ട്. ചില മൊഡ്യൂൾസ് അവിടെ ഇമ്പോർട്ട് ആവത്തില്ല. അപ്പം ഈ GUI എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്യണം? ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിട്ട് ബിൽഡ് ചെയ്യണം. അപ്പം 3.13 അതൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, 3.12 ആണെങ്കിൽ ബഗ് ഫിക്സ് ആണ്. പക്ഷെ ഇതിലൊരു ചെറിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഹാൻഡിലിൽ നമുക്ക് റീഡ് ചെയ്യാൻ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ബാക്കിയുള്ളത് ഇഷ്യൂ ഇല്ല. പക്ഷെ 3.13 ഡൗൺലോഡ് ചെയ്തവര് അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് 3.11 എടുക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം 3.11 നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് സെക്യൂരിറ്റിയാണ്. കാരണം സെക്യൂരിറ്റിയും ബഗ് ഫിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോക്കി 3.8 3.7 ഡൗൺലോഡ് ചെയ്തവരൊക്കെ എന്താണ്, എൻഡ് ഓഫ് ലൈഫ് ആണ്, നമുക്കത് യൂസ് ഇല്ല. 3.8 ഒക്കെ എടുത്തവര് നമുക്കത് ചെയ്യുമ്പം അത് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ എറർ വരും. നമുക്ക് അതിനിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതായത് പുതിയ മൊഡ്യൂൾസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. 3.9 എടുക്കണ്ട, 3.10 എടുക്കണ്ട, 3.11. എന്താണ് ഈ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ബഗ് ഫിക്സും? അതായത് നമ്മൾ ആദ്യം ഒരു വെർഷൻ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അതൊരിക്കലും നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടല്ല നമ്മൾ റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ 3.13 3.12 എന്താണ്, അത് കുറേ എന്താണ് ബഗ് ഫിക്സ് ആണ്. അതായത് ബഗ് ഫിക്സ് എന്ന് പറയുന്നത് ഇത് റിലീസ് ചെയ്തിട്ട് കുറേ യൂസർ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വരുന്ന ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, ഇത് നോക്കണം, 3.14 പ്രീ റിലീസ് ആണ്. നെക്സ്റ്റ് ഇയർ ഒക്ടോബറിലാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാം ഒക്ടോബറിലാണ് അവർ റിലീസ് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഈ ബഗ് ഫിക്സ് ഇപ്പോഴും എന്താണ്, അവർ അതിലുള്ള ബഗ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പലർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിയുമ്പോൾ ഇതിപ്പോ നോക്കണം, ഈ 3.14 റിലീസ് ചെയ്യുമ്പോൾ 3.12 അവിടെ സെക്യൂരിറ്റി ആവും, അത് സ്റ്റേബിൾ ആവും. പിന്നെ നമ്മളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും നമ്മുടെ ടിക്കറ്റിന്റെ കേസൊക്കെ 3.13 ഇഷ്യൂ ഉണ്ട്.
അതവർ ചിലപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുക്കേണ്ടത് 3.11 എടുത്താൽ മതി. അതായത് 3.11 ആവുമ്പോൾ എല്ലാം ഓക്കെ ആണ്. നമുക്ക് ജിയോ വർക്ക് ചെയ്യാം, നമ്മുടെ ജാങ്കോ വർക്ക് ചെയ്യാം, നമ്മുടെ മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസിലത്തെ എല്ലാ ലൈബ്രറീസും നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസും നമുക്കതിൽ ഇല്ല. ഓക്കെ, അപ്പൊ 3.11 എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3.13.1 എന്ന് പറയുന്ന ഒരു വെർഷനാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരുടെയും വിൻഡോസ് അല്ലേ സിസ്റ്റം? മാക് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ആരാണ്? ഞാൻ ബിന്നെയാണോ മാക് യൂസ് ചെയ്യുന്നത്? അല്ല ഫിസയാണ്. ഓക്കെ, ബിന്നിയുടെ ഏതാ സിസ്റ്റം ഇരിക്കുന്നത്? വിൻഡോസ് ആണ്. വിൻഡോസ് ആണ്. ബാക്കിയുള്ളവരെല്ലോ? വിൻഡോസ് ആണ് സർ. ഓക്കെ, വിൻഡോസ് ആണ് സാർ. വിൻഡോസ് ആണ് സാർ. അപ്പം മാക് യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മാക്കിന്റെ വേർഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം മാക്കിൽ എനിക്ക് തോന്നി 3.30 ഒരു ഇഷ്യൂ ഇല്ല എന്നാണ്. ഓക്കെ, ഇപ്പൊ മാക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ഉണ്ടാവും, നമുക്ക് ഡൗൺലോഡ് എടുത്താൽ മതി. ഓക്കെ, അതായത് 3.12 ഉണ്ടാവും, 3.11 ഉണ്ടാവും. 3.11 എടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ്. ഇതിപ്പോ നമുക്ക് വിൻഡോസിൽ കാണുന്നത് കൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഫിസ അതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്ക്. ഇൻ കേസ് ഇല്ലെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരാം, ഞാനത് ഡൗൺലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഈ ഒരു പൈത്തണിന്റെ ഈ ഒരു ഇന്റർഫേസിൽ കുറേ കാര്യങ്ങളുണ്ട്. എബൌട്ട്, ഡൗൺലോഡ്, ഡോക്യുമെന്റ്സ്, കമ്മ്യൂണിറ്റി, സക്സസ് സ്റ്റോറി, ന്യൂസ്, ഇവന്റ്സ്, ജോബ്. ഓക്കെ, അപ്പൊ ഈ ജോബ്സിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്താണ് പൈത്തണിന്റെ ഇപ്പൊ 11 ജോബ്സ് ആണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, കണ്ടില്ല എന്തൊക്കെയാണ്? ബാക്ക് എൻഡ് ആണ് പൈത്തൺ എഞ്ചിനീയർ, ഫുൾ സ്റ്റാക്ക് പൈത്തൺ ഡെവലപ്പർ. ഓക്കെ, അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് അവർ ചിലപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങൾ ചോദിക്കും. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ചോദിക്കും. ഇംഗ്ലീഷ് വേണം, പൈത്തൺ വേണം, ജാങ്കോ വേണം, പോസ്റ്റ്ഗ്രെസ്ക്യൂഎൽ വേണം, AWS വേണം, ജാവ വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് അതിൽ വേണം. ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള, അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കും. അതായത് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ആണ്. അപ്പൊ പൈത്തൺ ഫുൾ സ്റ്റാക്ക് പറയുമ്പോൾ ജാങ്കോ അതിൽ ഇൻബിൽട്ട് ആണ്. PostgreSQL എന്ന് പറയുന്നത് എന്താണ്? PostgreSQL എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ്. നമുക്ക് ജാങ്കോയിൽ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ മെയിൽ ID ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ റെസ്യൂമിന്റെ ഫോർമാറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പൈത്തണിന്റെ 13 നമുക്ക് ഡൗൺലോഡ് ചെയ്യണ്ട. നമുക്കല്ലാതെ തന്നെ വിൻഡോസ് യൂസ് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ ബാക്കി 3.12 ഡൗൺലോഡ് ചെയ്തവരൊക്കെ അത് ഇരുന്നോട്ടെ. ഇല്ലെങ്കിൽ 3.13 ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ വിൻഡോസ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വെർഷനും നമുക്കിവിടെ കിട്ടും. നമ്മുടെ വിൻഡോസ് സ്റ്റോറിൽ പോവുക. സ്റ്റോറിൽ പോയതിന് ശേഷം പൈത്തോൺ 3.11 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, പൈത്തൺ 3.11. ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ എടുത്തിട്ട്, അതായത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളേഷൻ വിൻഡോസ് കൊടുക്കാം. ഓക്കെ, ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് മോഡിഫൈ ആയിട്ടേ പോവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഇമേജ്. അപ്പം ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കരുത്. കാരണം ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിപ്പ് വെച്ചിട്ട് നമുക്ക് കുറേ മൊഡ്യൂൾസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പം നമുക്കൊരു എറർ വരും. അതായത് പിപ്പ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് വരും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇത് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് വരും. ഇപ്പം നോക്കിയേ,
കണ്ടോ? ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ കുറേ ബോക്സുകൾ വരും. ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, TCL/TK ആൻഡ് IDLE. ഇത് ഞാൻ ടിക്ക് എൻ്റർ ആണ്, ഇൻബിൽട്ട് ആണ്. നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടിക്ക് എൻ്റർ അവൈലബിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ C ഡ്രൈവിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് ഇടാം. നിങ്ങളത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് വെച്ചോളൂ, കാരണം ഇൻസ്റ്റാളേഷൻ്റെ ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, ഇപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പൈത്തണിൻ്റെ വെർഷൻ ചെക്ക് ചെയ്യണം. അപ്പം പൈത്തണിൻ്റെ വെർഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം കമാൻഡ് പ്രോംപ്റ്റ് എങ്ങനെ എടുക്കാം, വിൻഡോ R. ഓക്കെ, വിൻഡോ Rൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. നമുക്ക് CMD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് നോക്കി ബ്ലാക്ക് വിൻഡോ വരും. ഇവിടെ പൈത്തോൺ സ്പേസ് ഐഫൺ വെർഷൻ എൻ്റർ കൊടുക്കുക. ഇപ്പം എൻ്റെ 2 വെർഷനാണ് എൻ്റെ ഉള്ളത്. 3.11 ഉണ്ട്, 3.13 ഉണ്ട്. അപ്പോൾ എൻ്റെ 3.13 ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പൈച്ചാമിലെല്ലാം യൂസ് ചെയ്യുന്നത് 3.11 ആണ്. ഓക്കെ, അപ്പം 3.13 എന്നുള്ള വെർഷൻ, കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത വെർഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോറിൽ പോയിട്ട് 3.11 ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഫിസ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ട് python.org ടൈപ്പ് ചെയ്യുക, മാക് സെലക്ട് ചെയ്യുക, 3.11 ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, പൈത്തൺ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് പൈച്ചാം വേണം. എന്തിനാണ് ഈ പൈച്ചാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോഡൊക്കെ എഴുതാനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം, ഒരു ടൂൾ വേണം. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ എടുക്കാം, കാരണം വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്നതിനകത്ത് എല്ലാ ലാംഗ്വേജും സപ്പോർട്ട് ആവും. ഞാനിവിടെ പൈച്ചാം എടുക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി എഡിഷനാണ്. അതായത് പൈച്ചാം എന്ന് ടൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ പൈച്ചാം ദ പൈത്തൺ IDE ഫോർ ഡാറ്റ സയൻസ് ആൻഡ് വെബ് ഡെവലപ്മെൻറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡൗൺലോഡ് പൈച്ചാമിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് 2 വെർഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, പൈച്ചാം പ്രൊഫഷണലാണ്. ഈ പ്രൊഫഷണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, 30 ഡേയ്സേ ഉള്ളൂ യൂസ് ചെയ്യാൻ പറ്റുന്നത്. 30 ഡേയ്സ് നമുക്ക് ട്രയൽ യൂസ് ചെയ്യാം. മാക് ആണെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മാക് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, പൈച്ചാം പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു വെർഷൻ ഉണ്ട്. ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 30 ഡേയ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 30 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കീ പർച്ചേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് എമൗണ്ട് കൊടുത്തിട്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് താഴോട്ട് വരുമ്പം നോക്കിയേ, ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അതായത് പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ. ഈ കമ്മ്യൂണിറ്റി എഡിഷനിൽ എന്താണ്, പ്യുവർ പൈത്തൺ ഡെവലപ്മെന്റ് ആണ്. അതായത് പ്യുവർ ആയിട്ടുള്ള പൈത്തണിന്റെ ബാക്ക് എൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ സപ്പോർട്ട് ആവാത്ത ഒറ്റ കാര്യമുള്ളൂ. അതായത് നമ്മൾ ഈ HTML CSS ഒക്കെ എഴുതത്തില്ലേ, നമ്മൾ സ്വന്തമായിട്ട് അത് എഴുതുവാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രൊജക്റ്റിന് ആവശ്യമായുള്ള ഒരു UI UX ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത് സൈറ്റിലുണ്ട്. നമ്മളത് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ബാക്ക് എൻഡ് കോഡ് എഴുതിയാൽ മതി. ഓക്കെ, അതല്ലാതെ നമ്മൾ HTML CSS എഴുതുവാണെങ്കിൽ അതിത് വർക്ക് ചെയ്യും. അതായത് പ്യുവർ പൈത്തൺ ഡെവലപ്മെന്റിൽ നമുക്ക് കമ്മ്യൂണിറ്റി എഡിഷനിൽ വർക്കാവും. ഇതിൽ നമുക്ക് പേയ്മെന്റോ കാര്യങ്ങളോ നമുക്ക് എക്സ്പയർ ആവുന്ന ഒരു
കേസും ഇല്ല. നമുക്കിത് എന്ത് ചെയ്യാം, നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെയും ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അതായത് ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പൈച്ചാമിൻ്റെ ഈ ലിങ്കില്ലേ, ഈ ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിനകത്ത് ഇടാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് പോകും. ഇവിടെ നമുക്ക് മാക് ലിനക്സ് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. പ്രൊഫഷണൽ എടുക്കണ്ട, താഴോട്ട് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എടുക്കാം. കമ്മ്യൂണിറ്റിയിൽ എടുത്താൽ മതി, കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പൈച്ചാം ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ ഓക്കെ, ഇമേജ് നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് നോക്കി ഇങ്ങനൊരു വിൻഡോ വരും. അതായത് ഓക്കെ, നമുക്ക് കമ്മ്യൂണിറ്റി എടുത്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫോൾഡർ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സി ഡ്രൈവിൽ തന്നെ കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. അതിന് ശേഷം നോക്കിയാൽ ഇങ്ങനെ ഒരു കുറച്ച് ബോക്സിലുണ്ട്. ഇതെല്ലാം നമ്മൾ ടിക്ക് ചെയ്തു. കാരണം .py എന്ന് പറഞ്ഞൊരു പൈത്തൺ ഫയൽ ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ലോഞ്ചർ, ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നമുക്കിതെല്ലാം ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം ഇവിടെ ജെറ്റ് ബ്രെയിൻസ് തന്നെയാണ്, നമുക്ക് വേറെ ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ജെറ്റ് ബ്രെയിൻസ് തന്നെ എടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അടുത്ത എന്താണ്, ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആണ്. പിന്നെ നമുക്ക് എന്താണ്, ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ടോ, റീബൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ മാനുവലി റീബൂട്ട് ലേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ റീബൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ റീബൂട്ട് ചെയ്യണ്ട, നമുക്കല്ലാതെ തന്നെ നമ്മൾ സിസ്റ്റം ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഓൺ ആക്കുമ്പോൾ അത് ആയിക്കോളൂ. ഓക്കെ, അപ്പം നമ്മൾ റീബൂട്ട് നൗ കൊടുക്കണ്ട, മാനുവലി റീബൂട്ട് കൊടുത്താൽ മതി. ഓക്കെ, റീബൂട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു പൈച്ചാൻ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഓപ്പൺ ചെയ്തതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇനി എൻ്റെ പൈച്ചാമിൻ്റെ ഇത് കാണിക്കാം. ഇപ്പം ഞാൻ പൈച്ചാം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. കാരണം ഞാൻ ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചതായതുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയല് ന്യൂ പ്രൊജക്റ്റ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇന്ന് തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അല്ലാതെ ക്ലാസ് കഴിഞ്ഞു നമുക്ക് ചോദിക്കാതിരിക്കില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേറൊരു ഇതോട് വേണം, എനി ഡെസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ സിസ്റ്റം എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് എനി ഡെസ്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഐ ഡി ഇല്ലേ, ഈ ഒരു അഡ്രസ്സ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇതിൻ്റെതുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ പൈത്തൺ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നില്ല, എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പൈത്തൺ ഡൗൺലോഡ് ചെയ്യുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഒരു റിമോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് എനി ഡെസ്ക് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എനി ഡെസ്ക് ത്രൂ നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഇഷ്യൂ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. ഇഷ്യൂ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ പൈച്ചാൻ ഓപ്പൺ ചെയ്തപ്പം എനിക്ക് ഇങ്ങനൊരു വിൻഡോ ആണ്. കാരണം ഞാനിത് ഓൾറെഡി ഞാൻ ചെയ്തതാണ്, ഡൗൺലോഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്താലും എനിക്കത് ഓൾറെഡി അവൈലബിൾ ആണെന്നുള്ളത് കാണിക്കും. ഓക്കെ, ഞാനാണെങ്കിൽ ഈ മെയിൻ മെനുവിൽ പോയിട്ട് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നോക്കി, നിങ്ങൾ പൈച്ചാം എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പൈച്ചാം ഓപ്പൺ ചെയ്തില്ലേ,
ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ക്വയർ ബോക്സിൽ, അതായത് ഓക്കെ ഓക്കെ ഇത് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതായത് ഓക്കെ, നമുക്കതൊന്ന് ബാക്ക് അടിക്കാം. ഇത് നോക്കിയേ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? വെൽക്കം ടു പൈച്ചാം, ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദേ ഈ വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ന്യൂ പ്രൊജക്റ്റ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ഉണ്ടല്ലേ, കണ്ടോ? പൈച്ചാം പ്രൊജക്ട് സ്ലാഷ് വരെ നമ്മുടെ ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയൊരു ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇത് ബാക്ക് അടിച്ചിട്ട് DEC ക്ലാസ് എന്ന് കൊടുത്തു. അതായത് എൻ്റെ പ്രൊജക്റ്റിൻ്റെ നെയിമാണ് DEC ക്ലാസ്. ഓക്കെ, അതിനുശേഷം ഗിറ്റിലോട്ട് നമുക്കിപ്പോൾ കണക്ട് ചെയ്യേണ്ട, നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഗിറ്റിൽ കണക്ട് ചെയ്താൽ മതി. ഇതിൽ നോക്കിയാൽ ക്രിയേറ്റ് എ വെൽക്കം സ്ക്രിപ്റ്റ് ഉണ്ട്, കണ്ടോ? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പൈത്തൺ ഫയലിലൂടെ നമുക്ക് കിട്ടും. ഒരു വെൽക്കം സ്ക്രിപ്റ്റ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു പൈത്തൺ ഫയൽ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ പ്രൊജക്ട് VNV, ഒരു വെർച്വൽ എൻവയോൺമെന്റ്. എന്തിനാണ് ഈ വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ പ്രൊജക്റ്റിന് ആവശ്യമായുള്ള മൊഡ്യൂൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ നമുക്ക് ലോഡ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ലോഡ് ചെയ്യാം. ഒന്ന് ഗ്ലോബലി ലോഡ് ചെയ്യാം, അതല്ല നമുക്ക് പൈച്ചാമിൽ തന്നെ ലോഡ് ചെയ്യാം. ഗ്ലോബലി ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈ വിൻഡോ കീ +R ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ CMD ഇല്ലേ, കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് വീൽ എന്ന് നമ്മൾ കൊടുക്കുവാണ്, എൻ്റർ കൊടുക്കുവാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ഗ്ലോബലി പോയിട്ട് പൈത്തണിൽ പോയിട്ട് സേവ് ആവും. ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ലെന്നല്ല, നമുക്കിത് ആക്സസ് ചെയ്യാം. അപ്പോൾ പൈത്തൺ പ്രൊജക്റ്റ് വെർച്വൽ എൻവയോൺമെന്റിൽ എന്തിനാണ് നമ്മളത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊജക്റ്റ് ഇനിയിപ്പോൾ ഇൻകേസ് ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ തന്നെ ആൾക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു requirement.txt എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മുടെ വെർഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെയാണോ മൊഡ്യൂൾസ് കൊടുത്തേക്കുന്നത് അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊജക്റ്റിൽ ആവശ്യമായുള്ള ഡേറ്റാസ് നമുക്ക് അതിൽ തന്നെ ലോഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഗ്ലോബലി ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്തൊരു പ്രൊജക്റ്റിലാണെങ്കിലും എനിക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി പൈത്തൺ പ്രൊജക്റ്റ് VNV ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പൈത്തണിന്റെ ഫയൽ എനിക്കിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനിക്കൊന്നും കാണുന്നില്ല അല്ലേ? ഇവിടെ നോക്കിയേ, വൈറ്റ് സ്പേസ് ആർ നോട്ട് അലൗഡ് ഹിയർ. അപ്പൊ എനിക്ക് എന്താണ്, ഞാൻ ഇവിടെ DC സ്പേസ് ഇട്ടത് എനിക്കത് അലോ ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ബാക്ക് അടിച്ചപ്പം എനിക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ അവിടെ എനേബിൾ ആയി. ഇനി അല്ലാതെ നമുക്ക് അണ്ടർസ്കോർ ഇടാം, അണ്ടർസ്കോർ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ വൈറ്റ് സ്പേസ് കൊടുക്കുമ്പോൾ നമുക്കവിടെ അലോ ചെയ്യില്ല. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം, DC_ ക്ലാസ് എന്ന് കൊടുക്കാം. എന്നിട്ട് നോക്കിയേ, എനിക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് പൈത്തൺ ഫയലുണ്ട്. ഒന്ന് 3.13 ഉണ്ട്, 3.11 ഉണ്ട്. കാരണം ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത് എന്താണ്, 11 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൈത്തണിന്റെ വേർഷൻസ് ഇവിടെ കാണും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രണ്ട് വേർഷൻസ് അവൈലബിൾ ആണെങ്കിൽ അതിലേതാണോ ഉള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ ഒരെണ്ണം ഉള്ളെങ്കിൽ നമുക്ക് ഏതാണോ ഉള്ളത് അതിവിടെ അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം എനിക്ക് ദിസ് വിൻഡോ, ഞാൻ അത് ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, നിങ്ങൾക്കത് വരില്ല. ഞാൻ ദിസ് വിൻഡോയിൽ തന്നെ കൊടുത്തു. അപ്പം നോക്കി, പ്രൊജക്ട് നെയിം എന്താണ്, DC_ ക്ലാസ്. കണ്ടോ, ക്രിയേറ്റിംഗ് വെർച്വൽ എൻവയോൺമെന്റ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻഡെക്സിങ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നെറ്റ്വർക്ക് വേണം.
അതേപോലെ തന്നെ നമ്മൾ ഓരോ മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നെറ്റ്വർക്ക് വേണം. അതല്ലാതെ നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് പ്രിന്റ് ഓഫ് ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വർക്കാവും. ഓക്കെ, ഇപ്പൊ നോക്കി എനിക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് വന്നു അല്ലേ. നോക്കിയ മെയിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു പൈത്തൺ ഫയൽ എനിക്ക് ഇൻബിൽട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എഴുതിയിട്ടുണ്ട്. എനിക്കിതൊന്നും ആവശ്യമില്ല. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു, കൺട്രോൾ എ കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പൊ നോക്കിയേ ഫയൽ ബ്ലാങ്ക് ആയി അല്ലേ. അപ്പൊ നോക്കി എനിക്ക് വെർച്വൽ എൻവയോൺമെന്റ് ഫോൾഡർ അവൈലബിൾ ആണ്. മെയിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു പൈത്തൺ ഫയലും എനിക്കിവിടെ അവൈലബിൾ ആണ്. പൈത്തൺ ഫയൽ എന്ന് പറയുന്ന ഡോട്ട് എക്സ്റ്റൻഷൻ എന്താണ്, ഡോട്ട് പി വൈ. ഓക്കെ, അപ്പം ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തതും എൻ്റെ പൈത്തൺ ഡൗൺലോഡ് ചെയ്തതും എല്ലാം ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ പ്രിന്റ് ഓഫ് ഹലോ എന്ന് കൊടുക്കുന്നു. അതായത് പ്രിന്റ് ഓഫ് ഹലോ ഡബിൾ കോഡ്സിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഡബിൾ കോഡ്സോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിലോ നമ്മൾ യൂസ് ചെയ്യണം. ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ യൂസ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഡബിൾ കോഡ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ കോഡ്സ് വരും. സിംഗിൾ കോഡ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഹലോ. അപ്പൊ എനിക്ക് എന്ത് കിട്ടണം, പ്രിന്റ് ഓഫ് ഹലോ എന്ന് കൊടുത്തുകൊണ്ട് എനിക്ക് ഹലോ എന്ന് പറയുന്ന ഡേറ്റ എനിക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇത് റൺ ചെയ്യാൻ പോകണം. അപ്പൊ റൺ ചെയ്യുമ്പോൾ നോക്കി ഇവിടെ നോക്കി കറണ്ട് ഫയലാണ്. അതായത് കറണ്ട് ഫയൽ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ്, ഏതാണോ കറണ്ട് ഫയൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫയല് അതിന്റെ സെലക്ഷൻ ആണ് അത് അവിടെ ഓട്ടോമാറ്റിക് ഉള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഫയൽ കാണിക്കുന്നില്ല അല്ലേ. ഓക്കെ, ഞാനിപ്പോൾ ഇത് റൺ ചെയ്യാൻ പോകണം. റൺ ചെയ്യുമ്പോൾ നോക്കി എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താണ് ഇവിടെ ഹലോ എന്ന് പറയുന്ന ഒരു ഡേറ്റ എനിക്ക് ഇവിടെ കിട്ടി. അതായത് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തില്ല. ഇതിൻ്റെ അകത്ത് കൊടുത്ത ഡേറ്റയാണ് എനിക്കിവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഇപ്പൊ ഈ കറണ്ട് ഫയലിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഓരോ ദിവസത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ പൈത്തൺ ഫയലിൽ നമുക്ക് എഴുതി പോവാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് എന്താണ്, ന്യൂല് ക്ലിക്ക് ചെയ്യാം. ന്യൂല് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയേ പൈത്തൺ ഫയൽ. ഈ പൈത്തൺ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഡോട്ട് പി വൈ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട കേസില്ല. ഞാൻ പോകണമെങ്കിൽ ഒരു ഇത് എഴുതാൻ പോവാണ്, dc_class ഡോട്ട് പി വൈ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ എനിക്ക് കൊടുക്കേണ്ട കേസില്ല. കാരണം പൈത്തൺ ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. എൻ്റർ കൊടുത്തു dc_class ഡോട്ട് പി വൈ. ഞാൻ ഒന്നുകൂടെ ന്യൂ കൊടുക്കുവാണേ. ന്യൂ കൊടുത്തിട്ട് ഈ ഫയൽ കണ്ടോ, ഈ ഫയലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ടെക്സ്റ്റ് ഫയലായിട്ട്, ചിലപ്പോഴല്ല അതൊരു ടെക്സ്റ്റ് ഫയലായിട്ട് പോകും. ഞാനിപ്പോൾ ഇവിടെ dc1_class ഡോട്ട് പി വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് എന്തായി, ഒരു പൈത്തൺ ഫയലായിട്ട് കിട്ടി. ഡോട്ട് പി വൈ എന്ന എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ ഫയലായിട്ട് കിട്ടും. ഡോട്ട് സി എസ് വി, ഡോട്ട് ഡി ഒ സി എക്സ്, ഡോട്ട് പി ഡി എഫ്, ഡോട്ട് MP3, ഡോട്ട് MP4, ഡോട്ട് ബാച്ച് ഫയൽ, ഡോട്ട് ലോഗ് ഫയൽ, ഡോട്ട് TXT ഫയൽ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെതായുള്ള ഫയൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇൻ കേസ് അതല്ല, ഞാൻ ആ ഫയലിൽ തന്നെ പോയി, ഓക്കെ, ഫയലിൽ തന്നെ പോയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണം. കൊച്ചി എന്നൊരു നെയിം കൊടുത്തു. കണ്ടോ, ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. കണ്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഴുതാം. എറർ വരുന്നുണ്ടോ, ഇല്ല. പക്ഷെ പൈത്തൺ ഫയൽ എന്ത് വേണമെങ്കിലും എഴുതിയാലും കണ്ടോ ഒരു റെഡ് കളർ ഒരു എറർ വരും. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു ടെക്സ്റ്റ് ഫയൽ പോലെയാണ്. നമുക്ക് ഇതിൻ്റെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്താ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഡോട്ട് പി വൈ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നമുക്ക് അവിടെ കൊടുക്കാം. സോറി, പൈത്തൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഡോട്ട് പി വൈ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കണ്ട. ഇങ്ങനെ ഫയൽ എടുക്കുവാണെങ്കിൽ ഡോട്ട് പി വൈ എന്ന് പറയുന്നത് നെയിം കഴിഞ്ഞിട്ട് ഡോട്ട് പി വൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എഡിറ്റ് കോൺട്രി കൊടുക്കണ്ട. ഇവിടെ ഞാനിപ്പം പ്രിന്റ് ഓഫ് 1 2 3 4 കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റൺ ചെയ്യാണ്. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നോക്കി 1 2 3 4
എന്നുള്ള ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, കറണ്ട് ഫയൽ മാറിയിട്ട് DC1_ ക്ലാസ് എന്നുള്ള ഫയലാണ് എനിക്കിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാൻ റൺ ചെയ്തത് ഈ ഒരു ഫയലാണ്. കറണ്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ എടുക്കുന്ന ഫയൽ ആ ഫയൽ നമുക്ക് റൺ ആവും. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രിന്റ് ഓഫ് ഡേറ്റ എന്ന് കൊടുത്തു. റൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്താണെന്നറിയാമോ? Ctrl+Shift+F10. കണ്ടോ ഡേറ്റ, അതായത് ഈ ബട്ടൺ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ, കർസർ കൊണ്ടുവെക്കുമ്പോൾ Ctrl+Shift+F10. ഓക്കെ, അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, DC1_ ക്ലാസ് ഉണ്ട്, DC_ ക്ലാസ് ഉണ്ട്. അപ്പം ഈ main.py ഉള്ള ക്ലാസ് കൊണ്ട് നമുക്ക് എടുക്കാം. Shift+F10 അടിച്ചാലും നമുക്ക് വർക്കാവും കേട്ടോ. Shift+F10 കൊടുത്താൽ മതി. ഇപ്പം നോക്കിയേ, നമുക്കിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് നമുക്ക് ഇത് കറണ്ട് ഫയലായിട്ട് എടുക്കും. ബാക്കിയുള്ള ഫയൽസ് നമുക്കിവിടെ ഓക്കെ 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 നമുക്കത് ഔട്ട്പുട്ട് കിട്ടിയില്ല. നമുക്കൊരു കാര്യം Ctrl+Shift+F10 കൊടുക്കാം. ഓക്കെ, യെസ്, Ctrl+Shift+F10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹലോ എന്നുള്ള ഡേറ്റ നമുക്ക് വർക്കാവും. ഈ DC-യിൽ ഞാൻ പോയിട്ട് Shift+F10 കൊടുത്തു കഴിഞ്ഞാൽ ഹലോ എന്നുള്ളതാണ്. അതായത് എനിക്ക് പൈത്തൺ ഫയൽ ചേഞ്ച് ആയിട്ടില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും Ctrl+Shift+F10 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, പൈത്തൺ ഫയൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഫയലിനകത്ത് തന്നെ എനിക്ക് വേറെ ഒരു കാര്യം കൂടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഓഫ് 1 2 3 4 ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയേ, ഇവിടെ ഈ റൺ ബട്ടണിൽ പോകേണ്ട കേസ് ഇല്ല. കാരണം ഓൾറെഡി DC_ ക്ലാസ് എന്ന് പറയുന്ന പൈത്തൺ ഫയൽ ആണല്ലോ സെലക്ട് ആയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, Shift+F10 കൊടുത്താൽ മതി. ഇപ്പം നോക്കിയേ 1 2 3 4. ഓക്കെ, ഇപ്പം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ Ctrl+Shift+F10 1 2 3 4. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എന്തായാലും നിങ്ങൾ പൈച്ചാൻ ഡൗൺലോഡ് ചെയ്യണം. പൈച്ചാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇവിടെ ഒരു ടെർമിനലുണ്ട്, കണ്ടോ, നമ്മുടെ ഒരു ടെർമിനൽ. ഈ ടെർമിനൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൊഡ്യൂൾസ് ഒക്കെ നമുക്ക് ഇവിടും തന്നെ, ലൈബ്രറീസ് ഒക്കെ നമുക്ക് ഇവിടും തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തില്ലേ, Window+R അല്ലേ, നമുക്കൊരു ബ്ലാക്ക് വിൻഡോ വന്നൊരു കമാൻഡ് പ്രോംപ്റ്റ് കൊടുത്തു അല്ലേ. ഇവിടെ തന്നെ നമുക്കിവിടെ Python -, കണ്ടോ, Python -, വെർഷൻ എന്ന് കൊടുത്തപ്പോൾ 3.11.9 ആണ്. കാരണം ഞാൻ ഈ പൈച്ചാമിൽ ലോഡ് ചെയ്തത് 3.11.9 ആണ്. അതേപോലെ തന്നെ ഈ സെറ്റിങ്സ് ഉണ്ടോ, സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിവിടെ തീം കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കണ്ടോ പ്രോജക്റ്റ് DC_ ക്ലാസ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. പൈത്തൺ ഇന്റർപ്രറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നോക്കി, Python 3.11 എൻ്റെ പൈത്തൺ ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഓൾറെഡി എന്താണ് പിപ്പ്, സെറ്റപ്പ് ടൂള്, വീൽ നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. ടെർമിനലിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ഇൻ കേസ് അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലസ് കണ്ടില്ലേ, പ്ലസ്സിൽ പോയിട്ട് നമുക്ക് എന്ത് പാക്കേജ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, MySQL കണക്ട് ചെയ്യണം. MySQL കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പാക്കേജ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം എങ്ങനെയാണ്, PyMySQL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഓൾറെഡി നമുക്കത് സെലക്ട് ആയിരിക്കുകയാണ്. ഇൻസ്റ്റാൾ പാക്കേജ് കൊടുക്കുക. അപ്പം നമ്മൾ പിപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമുക്ക് ആവശ്യമുള്ള പാക്കേജ് എടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കിയേ, നമുക്കിത് ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇൻസ്റ്റാളിൽ പോവാം.
പാക്കേജിന് ഇൻഫോ ആണ്. കണ്ടോ, കുറേ പാക്കേജസ് ഉണ്ട്. ഒരു പാസ്വേഡിൻ്റെ ഉണ്ട്. പാസ്വേഡ് അത് നമ്മൾ റിജക്ട്സ് വെച്ചിട്ട് എഴുതുന്നതാണ്. റിജക്ട്സ് വെച്ചിട്ട് നമ്മൾ പാസ്വേഡിൻ്റെ റൂൾസ് എഴുതാം. ഓക്കെ. അതേപോലെ തന്നെ ഗെയിം വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണോ അതിൻ്റെ എല്ലാ പാക്കേജുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം പൈത്തൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന്, വെബ് ആപ്പ്, അതേപോലെ തന്നെ അതിൽ കണക്റ്റ് ആയിട്ട് വരുന്നതാണ് മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസും. നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പൈത്തൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, വളരെ സിമ്പിളാണ്, ലേൺ ചെയ്യാൻ എളുപ്പമാണ്. സി പഠിച്ചവർക്കും അല്ലെങ്കിൽ ജാവ പഠിച്ചവർക്കും ഇത് ചെയ്യുമ്പം മനസ്സിലാവും അത്രയും കോഡ് എഴുതണ്ട പൈത്തണിൽ. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിയാൽ പ്രിന്റ് ഓഫ് 1 2 3 അല്ലേ. അപ്പം എനിക്ക് ഈ ഡേറ്റ എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്താണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം നോക്കിയേ, എനിക്ക് ഈ 1 2 3 എന്ന് പറയുന്ന 1 2 3 4 എന്ന് പറയുന്ന ഡേറ്റ എനിക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇതൊരു ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറയുന്നത് നമ്പറാണ്. അപ്പം പ്രിന്റ് ഓഫ്, ഞാൻ അടുത്തൊരു പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണ്. ഞാൻ എന്ത് ചെയ്തു, കണ്ടോ, ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് റൺ ചെയ്യാണ്. നോക്കിയേ, string. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൈത്തൺ നമുക്ക് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. പൈത്തൺ അല്ല, പൈത്തൺ. അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഓരോ ലൈൻ എഴുതുമ്പോഴും ഇപ്പം നോക്കിയേ, ഇതിപ്പം 1 2 അല്ലേ, ഞാനിപ്പം സ്പേസ് ഇടുകയാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഞാനിവിടെ പ്രിന്റ് ഓഫ് ഒരു ബ്രാക്കറ്റ് ഞാൻ ഒഴിവാക്കിയിട്ട് ഹായ് എന്നുള്ള ഡേറ്റ കൊടുത്തിട്ട് ഞാൻ റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോൾ കണ്ടോ, ഒരു സിൻടാക്സ് എററാണ്. എന്താണ്, ഏത് ലൈനാണ്, ലൈൻ 9. ഇതാണ് നമ്മുടെ ലൈൻ 9. ഈ ലൈനിൽ എന്താണ്, വാസ് നെവർ ക്ലോസ്ഡ് ആണ്, അതായത് ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തില്ല. അപ്പം നമുക്ക് ഇങ്ങനൊരു എറർ വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ഏത് ലൈനിലാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു റെഡ് കളർ ഉണ്ടല്ലേ, ഒരു എറർ ഉണ്ട് അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ലൈൻ 9 ആണ്. എന്താണ് എക്സ്പെക്റ്റഡ്, എന്താണ്, അതായത് ബ്രാക്കറ്റ് ആണ്, ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഏത് പൈത്തൺ ഫയലാണ്, dec1_class.py. ഇപ്പം ഡീബഗിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്കിതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ഇമ്പോർട്ട് SYS, പ്രിന്റ് ഓഫ്. ഓക്കെ. നോക്കി, ഡീബഗ് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു പൈത്തൺ ഫയലും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. കാരണം ഇന്റേണലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് നെവർ ക്ലോസ്ഡ് ആണ്. ഓക്കെ. കാരണം ഹൈഡ് അവിടെ നമ്മൾക്ക് എന്താണ്, ഇത് ക്ലോസ് ചെയ്തിട്ടില്ല ബ്രാക്കറ്റ്. അപ്പം ഒരു സിൻടാക്സ് എറർ വരുവാണെങ്കിൽ എന്താണ്, അത് മാനുവലി നമ്മളായിട്ട് വരുത്തുന്ന ഒരു എററാണ്. അതായത് നമുക്കിത് ബൈ ചാൻസ് നമ്മളിതൊരു മിസ്സാക്കുന്ന ഒരു എററാണ്. ഓക്കെ. ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇപ്പം എനിക്ക് എന്താണ്, എററില്ല. അപ്പം സിൻടാക്സ് എറർ വരുമ്പോഴെല്ലാം എന്താണ്, നമ്മൾ ഒന്നെങ്കിൽ കോളൻ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ കോഡ്സ് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഡോട്ട് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ക്ലോസിങ് മിസ്സിംഗ് ആണ്. അങ്ങനെയുള്ള കേസിലെല്ലാം വരുന്നത് ഒരു സിൻടാക്സ് എറർ തന്നെയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഓരോ എററും വന്നു കഴിഞ്ഞാൽ എന്താണ് എറർ എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പം സിൻടാക്സ് എറർ വന്നപ്പോൾ നമ്മൾ എന്താണ് ക്ലിയർ ചെയ്തത്. ഇപ്പോൾ ഒരു സിൻടാക്സ് എറർ വന്നു, നമ്മൾ ഈ എറർ വായിച്ചു നോക്കാം, എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ നോക്കാം. ഓക്കെ. ഇപ്പം ലൈൻ 9 ആണ്. അപ്പം ശരി, ലൈൻ 9 എന്താണ്, പ്രിന്റ്, എനിക്കിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് എന്താണോ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആ ഒരു എറർ നല്ല രീതിയിൽ വായിച്ചു. കാരണം ഒരു പ്രോജക്റ്റിൻ്റെ ഡീബഗ് ചെയ്യാൻ നമുക്ക്
ആ ഒരു പ്രോജക്റ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീബഗ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. അല്ലാതെ നമുക്കൊരു ഇഷ്യൂ വന്നു നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യില്ല. നമ്മൾ ആ ഒരു എറർ എന്താണെന്ന് രണ്ടും തൊട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ. അപ്പം നമുക്ക് എന്താണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? പൈത്തൺ ഡൗൺലോഡ് ചെയ്യണം. അതേപോലെ തന്നെ പൈച്ചാം ഡൗൺലോഡ് ചെയ്യണം. പൈച്ചാം ഡൗൺലോഡ് ചെയ്യുമ്പം കമ്മ്യൂണിറ്റി എഡിഷനാണ് വേണ്ടത്. അതേപോലെ തന്നെ പൈത്തൺ 3.11 അല്ലെങ്കിൽ 12 ഡൗൺലോഡ് ചെയ്തവർ 12 ഇരുന്നോട്ടെ. 3.13 ഡൗൺലോഡ് ചെയ്തവർ അത് അൺഇൻസ്റ്റാൾ ചെയ്തേക്ക്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് വരാം. കാരണം നമുക്ക് ടിക്കൻഡിലാണെങ്കിൽ ഇഷ്യൂ വരുന്നുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പാനൽ പോവാം. കൺട്രോൾ പാനൽ പോയിട്ട് പ്രോഗ്രാംസിൽ പോവുക. പ്രോഗ്രാംസിൽ പോയിട്ട് നമുക്കിവിടെ പൈത്തൺ ഉണ്ടാവും. കണ്ടോ? പൈത്തൺ 3.13 അല്ലെങ്കിൽ പൈത്തൺ 3.11 നമുക്ക് ഏതാണോ ഉള്ളത് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് 3.11 ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എല്ലാവരും AnyDesk ഡൗൺലോഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് പൈത്തണോ പൈച്ചാമോ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് AnyDesk വഴി നമുക്കത് ക്ലിയർ ചെയ്യാം. AnyDesk എന്ന് പറയുന്നത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മതി. എന്നിട്ട് അത് എന്താണോ ഇൻസ്റ്റാൾ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരുടെയും ജിമെയിൽ ID, അതായത് യൂട്യൂബ് ഏതാണോ നിങ്ങൾ ഓപ്പൺ ചെയ്തേക്കുന്ന ജിമെയിൽ ID, ആ ജിമെയിൽ ID ഗ്രൂപ്പിൽ ഡ്രോപ്പ് ചെയ്യുക. ഞാൻ വീഡിയോസ് പ്രൈവറ്റ് ആയിട്ട് ആ ജിമെയിൽ ID മാത്രമേ ഞാൻ സെൻഡ് ചെയ്യുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് വേറെ ജിമെയിൽ IDയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ജിമെയിൽ IDയിലാണ് വേണ്ടത് നിങ്ങളുടെ മാത്രം അത് എനിക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരിക. ഞാൻ അതിലൊക്കെ ഞാൻ ആക്സസ് ആക്കി തരാം. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാറേ ഒരു പിപ്പ് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് പിപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ ഒരു പോർഷൻ നമുക്ക് പഠിക്കാറുണ്ട്, എന്തിനാണ് പിപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. അതായത് പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് നമുക്കിപ്പം വീൽ, ഫേസ് റെനൈസേഷൻ, PyMySQL, അങ്ങനെ എല്ലാ പാക്കേജും നമുക്ക് പിപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ പിപ്പ് എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റിൽ നമുക്ക് റിജക്ട്സ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് പിപ്പ് എന്ന് വെച്ചിട്ടുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കാണിച്ചു തരാം. ഓക്കെ സാർ. ഓക്കെ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണ്. കാരണം നമ്മളിപ്പം ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും മിണ്ടാതിരിക്കരുത്.